മിച്ചം വയ്ക്കുന്ന ശീലം എൻ്റെ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. കുഞ്ഞായിരുന്ന സമയത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഒരു തയ്യൽ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു, ഈ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്ന് പൈസ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കിട്ടുമെന്ന്. ഞാൻ എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല. പോസ്റ്റ് ബോക്സിൽ കൊണ്ടുവന്ന് പൈസ ഇട്ട് കഴിഞ്ഞാൽ പോസ്റ്റ്മാൻ എടുത്തുകൊണ്ട് പോകില്ലേ. ഞാനിങ്ങ് പോരുന്ന വഴിക്ക് പോസ്റ്റ് ഓഫീസിൽ കയറിയിട്ട് പോസ്റ്റ് മാസ്റ്ററോട് ചോദിച്ചു, സാറേ ഈ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്ന് പൈസ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കിട്ടുമെന്ന് ടീച്ചർ പഠിപ്പിച്ചല്ലോ, ശരിയാണോ എന്ന് ചോദിച്ചു. അയാൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈ കൊച്ചു കുഞ്ഞ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കുഞ്ഞ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയല്ലോ എന്ന് വിചാരിച്ച് അയാൾ സന്തോഷത്തോടു കൂടി എന്നെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ സാധാരണ ആരെയും കയറ്റാറില്ലല്ലോ, പോസ്റ്റ് മാസ്റ്ററുടെ മുറിയിൽ കയറ്റിയിരുത്തിയിട്ട് പറഞ്ഞു, മക്കളെ മോനെ അത് ബോക്സിലല്ല കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു ചെറിയ ബുക്ക് തരും. ആ ബുക്കിൻ്റെ അകത്ത് ഞാൻ എഴുതി വയ്ക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് എടുക്കുകയും ചെയ്യാം. മാത്രമല്ല അതിന് പലിശയും കിട്ടും. ഞാനിത് വന്ന് അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞു, എൻ്റെ മോൻ ഇത്രയും ചിന്തിച്ചല്ലോ, ശരിയാകും, നമ്മൾ ചെയ്യാത്തതാണ്. നമ്മളൊക്കെ അന്നൊക്കെ അടയ്ക്ക വിൽക്കുന്നതും ഒരു പറ നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ 2 രൂപയാണ് കിട്ടുന്നത്. കപ്പ കൊടുത്തു കഴിഞ്ഞാൽ 10 കിലോ കപ്പയ്ക്ക് കിട്ടുന്നത് 4 അണയാണ്. അപ്പോൾ ഇങ്ങനെ ആ കിട്ടുന്ന പൈസ കൊണ്ട് നീ ഒരു പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് ഇത് തുടങ്ങി നീ നാളെ തന്നെ ഒരു ഇത് എടുത്തോളാൻ പറഞ്ഞ് എന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചു. അവസാനം ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കിട്ടുന്ന പൈസയെല്ലാം കൊണ്ടുവന്ന് പോസ്റ്റ് ഓഫീസിൽ മിച്ചം ഇട്ടു. ഞാൻ അച്ഛനാകാനായിട്ട് സെമിനാരിലേക്ക് പോകാൻ നേരത്ത് പൈസ എടുത്ത് അപ്പൻ്റെ കൈ കൊടുത്തു. 2850 രൂപയുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പൻ 2 പറ കണ്ടം മേടിച്ചു. എനിക്ക് പറയാനുള്ളത്, മിച്ചശീലം നമ്മുടെ മക്കളിലൊക്കെ വർദ്ധിപ്പിക്കണം. അന്ന് എനിക്ക് കിട്ടിയ അപ്പൻ്റെ പ്രോത്സാഹനം അപ്പം ഞാൻ മനസ്സിലാക്കി അപ്പൻ എന്നെ ശീലിപ്പിക്കുന്നതാണ്. മാത്രമല്ല അപ്പൻ്റെ പൈസയൊക്കെ എൻ്റെ പേരിലാണ് ഇടുന്നത് ബാങ്കിൽ. അപ്പോൾ ഇത്രയും വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉത്സാഹമായി. ചുരുക്കത്തിൽ മിച്ചശീലം നമ്മുടെ ജീവിതത്തെ വളർത്തണം. നമ്മുടെ ജീവിതത്തെ അത് തളർത്തുകയല്ല വളർത്തും. കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കും.